ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ലോവർ ഗ്രൂപ്പും ഹയർ ഗ്രൂപ്പ് പ്ലാന്റ്സ് എടുത്താൽ അതിലെ റീപ്രൊഡക്ഷൻ ആണ് നമ്മളിന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പ്ലാന്റ് കിങ്ഡം അല്ലെ, കിങ്ഡം പ്ലാന്റിനെ മെയിൻ ആയിട്ട് 5 ഗ്രൂപ്പായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതിന് നമ്മൾ അതിന്റെ എവല്യൂഷണറി റിലേഷൻഷിപ്പ്, ആരാണ് ആദ്യം ഇവോൾവ് ചെയ്തത്, അതിന്റെ ബേസിലും അതുപോലെ തന്നെ ആ പ്ലാന്റ്സിന്റെ ഫീച്ചേഴ്സിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. അപ്പൊ അങ്ങനെ ക്ലാസിഫൈ ചെയ്തപ്പം കിങ്ഡം പ്ലാന്റിനെ 5 ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. ആ 5 ഗ്രൂപ്പിൽ ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ് എന്ന് പറയുന്ന ആദ്യത്തെ 3 കാറ്റഗറി, 3 ഗ്രൂപ്പ് അല്ലെ, ഭൂമിയിൽ ആദ്യം ഇവോൾവ് ചെയ്ത് ആൽഗെ ആണെന്നാണ് പറയപ്പെടുന്നത് അല്ലെ. ആൽഗയിൽ നിന്നാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ബ്രയോഫൈറ്റ് ഉണ്ടായത്. ആ ബ്രയോഫൈറ്റിൽ നിന്നാണ് ടെറിഡോഫൈറ്റുകൾ ഇവോൾവ് ചെയ്തത്. ടെറിഡോഫൈറ്റിൽ നിന്നാണ് ജിംനോസ്പേം ഇവോൾവ് ചെയ്തത്. ആ ജിംനോസ്പേമിൽ നിന്നാണ് ആൻജിയോസ്പേം എന്ന് പറയുന്ന ഇപ്പം നമ്മുടെ എർത്ത് ഡോമിനേറ്റ് ചെയ്യുന്ന പ്ലാന്റ് ഗ്രൂപ്പ് ഇവോൾവ് ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനത്തെ ഈ പ്ലാന്റ് കിങ്ഡം എടുത്താൽ അതിൽ ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ് ഈ 3 പ്ലാന്റ്സ് എടുത്താൽ അതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാൻ അതിനെ നമ്മൾ വിളിക്കുന്നത് ക്രിപ്റ്റോഗാംസ് എന്നാണ്. അതിനർത്ഥം സ്പോർ പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ് ആണ്. ആൽഗയും ബ്രയോഫൈറ്റും ടെറിഡോഫൈറ്റും ഹയർ പ്ലാന്റ്സ് ആയ ജിംനോസ്പേമിനെയും ആൻജിയോസ്പേമിനെയും പോലെ സീഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അവരിൽ സ്പോറുകളാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ആൽഗയും ബ്രയോഫൈറ്റിനും ടെറിഡോഫൈറ്റിനും നമ്മൾ വിളിക്കുന്നത് സ്പോർ പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ് എന്നാണ് വിളിക്കുക, അഥവാ ക്രിപ്റ്റോഗാംസ്. എന്നാൽ ജിംനോസ്പേം, ആൻജിയോസ്പേം എന്ന് പറയുന്ന ഹയർ കാറ്റഗറിയിലെ ഹയർ പ്ലാന്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവര് സ്പോറുകളല്ല അടുത്ത ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, അടുത്ത യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അവർ സ്പോറുകളല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പകരം സീഡ്സ് ആണ്. അതുകൊണ്ടാണ് അവരെ സീഡ് പ്രൊഡ്യൂസിങ് പ്ലാന്റ് അഥവാ ഫെനറോഗാംസ് എന്നാണ് വിളിക്കുക. അപ്പൊ നമ്മൾ ഈ മൊഡ്യൂളിൽ പറയുന്നത് ഈ പ്ലാന്റ്സ് ഗ്രൂപ്പ് എടുത്താൽ, ഈ പ്ലാന്റിന്റെ ഗ്രൂപ്പ്സ് എടുത്താൽ ഇവരിൽ ഏതെല്ലാം തരത്തിലുള്ള റീപ്രൊഡക്ഷൻസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്, ആ റീപ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ടോപ്പിക്. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം അല്ലെ. ആദ്യം എന്താണ് റീപ്രൊഡക്ഷൻ, വാട്ട് ഈസ് റീപ്രൊഡക്ഷൻ അല്ലെ. റീപ്രൊഡക്ഷൻ, ആക്ച്വലി റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് യങ് വൺസ് ബൈ ആൻ ഓർഗാനിസം സിമിലർ ടു ഇറ്റ് സെൽഫ്. അതായത് ഒരു ഓർഗാനിസം അതിനെ പോലെയുള്ള കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയാ, റീപ്രൊഡക്ഷൻ എന്ന് പറയാം. ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് യങ് വൺസ് ബൈ ആൻ ഓർഗാനിസം സിമിലർ ടു ഇറ്റ് സെൽഫ്. അതിനാണ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ദ റീപ്രൊഡക്ഷൻ ഓഫ്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് റീപ്രൊഡക്ഷൻ? ഈ റീപ്രൊഡക്ഷന്റെ സിഗ്നിഫിക്കൻസ് എന്താ, എന്താണ് ഈ റീപ്രൊഡക്ഷന്റെ പ്രാധാന്യം? ഫോർ എക്സാമ്പിൾ, അതിന് ആൻസറിലേക്ക് പോകുമ്പോൾ നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ, പാരറ്റ് അല്ലെ, പാരറ്റ് ഒക്കെ എടുത്താൽ അതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയും, ആയുസ് എന്ന് പറഞ്ഞാൽ 120 years ആണ് അല്ലെ. അതുപോലെ ഓരോരോ ഓർഗാനിസത്തിനും ഓരോരോ ലൈഫ് സ്പാൻ ഉണ്ട്, ആയുസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ക്രോ എടുത്താൽ കാക്ക എടുത്താൽ 15 മുതൽ 20 വർഷം വരെയാണ് അതിന്റെ ലൈഫ് സ്പാൻ. അപ്പൊ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്, സപ്പോസ് യു ഇമാജിൻ ഇഫ് ദ റീപ്രൊഡക്ഷൻ ഈസ് ടോട്ടലി ആബ്സെന്റ് ഇൻ ലിവിംഗ് ഓർഗാനിസം, then what will happen? So what will happen in case of crow? ഇപ്പൊ റീപ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ നമ്മുടെ ഈ കാക്കയുടെ കേസിലേക്ക് എന്താ സംഭവിക്കുക? ഇപ്പം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ധാരാളം കാക്കകളുണ്ട് അല്ലെ, അതിലൊന്നും റീപ്രൊഡക്ഷൻ ഇല്ലെങ്കിലോ അതിന്റെ ആയുസായ ആ 15 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലം എന്ന് പറയുന്ന വർഷം കഴിയുമ്പോൾ ഇപ്പം ജീവിച്ചിരിക്കുന്ന എല്ലാ കാക്കയും ചത്തുപോകും. അപ്പൊ അതിൽ റീപ്രൊഡക്ഷൻ ഇല്ലെങ്കിലോ ആ 15 കൊല്ലം കഴിയുമ്പോൾ ഈ കാക്കകൾ ചത്തുപോകുന്നത് വഴി പിന്നെ ഭൂമിയിൽ കാക്കകൾ ഉണ്ടാവില്ല. അപ്പം എത്ര വർഷങ്ങൾ കഴിഞ്ഞും ഭൂമിയിൽ കാക്ക എങ്ങനെ നിലനിൽക്കാൻ കാരണം എന്താ? ആ കാക്കക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവേണ്ട റീപ്രൊഡക്ഷനിൽ. ആ പാരന്റ് ആയ ക്രോ കാക്ക ചത്തുപോയാലും അതിന്റെ കുഞ്ഞുങ്ങൾ നിലനിൽക്കും. ഇനി ആ കുഞ്ഞുങ്ങൾ ചത്തുപോകുമ്പോഴേക്കും അതിന് അടുത്ത കുഞ്ഞുങ്ങൾ ഉണ്ടായിണ്ടാവും. അപ്പൊ റീപ്രൊഡക്ഷന്റെ സിഗ്നിഫിക്കൻസ് എന്താ വെച്ചാൽ മനസ്സിലാക്കാം. ഇറ്റ് മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് ലിവിംഗ് ഓർഗാനിസം ഫോർ സെവറൽ ജനറേഷൻ. ഓരോരോ ഓർഗാനിസത്തിന്റെ പിന്തുടർച്ച മെയിൻറ്റെയിൻ ചെയ്യുന്നത് റീപ്രൊഡക്ഷൻ ആണ്. റീപ്രൊഡക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഓരോരോ ഓർഗാനിസത്തിന്റെയും തലമുറകൾ ഇവിടെ നിലനിൽക്കാൻ കാരണം. ഓക്കെ, അതാണ് റീപ്രൊഡക്ഷന്റെ സിഗ്നിഫിക്കൻസ്. സോ the main significance of reproduction is that it maintains the continuity of species
ഫോർ സെവറൽ ജനറേഷൻ. ഓരോ സ്പീഷീസിന്റെ തുടർച്ച ധാരാളം തലമുറകളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് റീപ്രൊഡക്ഷൻ ആണ്. അതാണ് റീപ്രൊഡക്ഷന്റെ സിഗ്നിഫിക്കൻസ്. ഇപ്പൊ നമ്മൾ ഒന്ന് പറഞ്ഞത് എന്താണ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു, അതിന്റെ സിഗ്നിഫിക്കൻസ് പറഞ്ഞു, പിന്നെ പ്ലാന്റ്സിന്റെ കാറ്റഗറിയാണ് നമ്മൾ പറഞ്ഞത്, ആൽഗെ, ബ്രയോ, ടെറിഡോ, ജിംനോ, ആൻജിയോസ്പേം. ഇനി നമുക്ക് അടുത്ത് നമ്മൾ പറയാൻ let us move into the different types of reproduction which are found among the groups of plants. അപ്പൊ നമ്മുടെ പ്ലാന്റ്സിൽ ഏതെല്ലാം ടൈപ്പ് റീപ്രൊഡക്ഷൻ ആണ് പ്രസന്റ് ആയത് എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സോ ഇൻ പ്ലാന്റ്സ് we can classify the reproduction mainly into two types. One is called sexual reproduction. So in sexual reproduction, new plants or new organisms are formed by the fusion between males and female gametes. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ മെയിൽ ഗാമീറ്റ് ആയ ആൺബീജവും ഫീമെയിൽ ഗാമീറ്റ് ആയ പെൺബീജവും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടാണ് ഒരു പുതിയ പ്ലാന്റ് അല്ലെങ്കിൽ ഒരു പുതിയ കുഞ്ഞുണ്ടാകുന്നതെങ്കിൽ അങ്ങനെയുള്ള റീപ്രൊഡക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ. എന്നാൽ സെക്കൻഡ് ടൈപ്പ് റീപ്രൊഡക്ഷൻ എടുത്താൽ അത് നമ്മൾ വിളിക്കുന്നത് എസെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പൊ അതിന്റെ ആൻസർ എന്താ വെച്ചാൽ മനസ്സിലാക്കാം. സെക്ഷൽ അല്ലാതെ, അതായത് മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ഫ്യൂസ് ചെയ്യാതെ വേറെ ഏത് രീതിയിൽ, വേറെ ഏതെല്ലാം രീതികളുണ്ടോ ഏത് രീതിയിലായാലും ശരി, മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ഫ്യൂസ് ചെയ്യാതെയാണ് പുതിയ പ്ലാന്റ് അല്ലെങ്കിൽ ഒരു പുതിയ ഓർഗാനിസം ഉണ്ടാകുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പേര് വിളിക്കുന്നത്. So asexual reproduction means formation of a new plant or a new organism without the fusion of male and female gametes. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, asexual reproduction എന്ന് വിളിക്കുന്നത്. ആ രണ്ട് ടൈപ്പ് ആണ് ഉള്ളത്, സെക്ഷലും അസെക്ഷലും. എന്നാൽ ഇവിടെ ഫസ്റ്റ് ഒരു ടൈപ്പ് കൂടി കാണാം, മൂന്നാമത്തെ ടൈപ്പ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രോപ്പഗേഷൻ എന്ന് പറയും. അപ്പൊ അതെന്താ വെച്ചാൽ മനസ്സിലാക്കാം, അതൊരു സ്പെഷ്യൽ ടൈപ്പ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അതെന്താ വെച്ചാൽ മനസ്സിലാക്കാം, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഓർ വെജിറ്റേറ്റീവ് പ്രോപ്പഗേഷൻ ഈസ് എ ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഫൗണ്ട് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ കാണുന്ന ഒരു ടൈപ്പ് അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ പേരാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. അപ്പൊ അതെന്താണ് അസെക്ഷൽ എന്ന് വ്യത്യാസം വെച്ചാൽ മനസ്സിലാക്കാം, അത് അസെക്ഷൽ തന്നെയാണ്. പക്ഷെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, അതൊരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അവിടെ പ്ലാന്റ്സ് ഉണ്ടാകുന്നത്, പുതിയ പ്ലാന്റ്സ് അല്ലെങ്കിൽ പുതിയ ഓർഗാനിസം ഉണ്ടാകുന്നത് പാരന്റ് ആയ പ്ലാന്റിന്റെ വെജിറ്റേറ്റീവ് ബോഡി എന്നാണ്. വെജിറ്റേറ്റീവ് ബോഡി അതായത് ഹയർ പ്ലാന്റ്സ് ഒക്കെ അതിന്റെ റൂട്ടിൽ നിന്നോ സ്റ്റെമ്മിൽ നിന്നോ ലീഫിൽ നിന്നൊക്കെയാണ്. ഇനി ലോവർ പ്ലാന്റ്സ് ആയ ആൽഗെ എടുത്താലും ബ്രയോഫൈറ്റ് ഒക്കെ എടുത്താലും അതിന്റെ വെജിറ്റേറ്റീവ് ബോഡി ആയ മെയിൻ ബോഡിന്റെ ചെറിയ മെയിൻ ബോഡിന്റെ മേലെ എന്നൊക്കെ ഉണ്ടാവാം. അപ്പൊ ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ പുതിയ പ്ലാന്റുകൾ ഉണ്ടാകുന്നത് അതിന്റെ വെജിറ്റേറ്റീവ് ബോഡി ആയ ബോഡി പാർട്ടിൽ നിന്നാണെങ്കിൽ അങ്ങനെയുള്ള അസെക്ഷൽ റീപ്രൊഡക്ഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഓർ വെജിറ്റേറ്റീവ് പ്രോപ്പഗേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് എന്ത് തന്നെയാണ്, ഒരു സ്പെഷ്യൽ ടൈപ്പ് അസെക്ഷൽ ആണ് എന്നർത്ഥം. ഓക്കെ, അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പൊ 3 ടൈപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ ആദ്യത്തെ പറയാം വെജിറ്റേറ്റീവ് പ്രോപ്പഗേഷൻ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയാം അല്ലെ. അപ്പൊ നമുക്ക് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്താന്ന് പറയാം അല്ലെ. Vegetative reproduction is a type of asexual reproduction in which new plants are formed from the vegetative part of a plant. Plantന്റെ vegetative part എന്നാണ്. ഓക്കെ, ആ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എടുത്താൽ അത് പല ടൈപ്പ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് ടൈപ്പ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷന്റെ പേരാണ് ഫ്രാഗ്മെന്റേഷൻ. ഓക്കെ, ആ വേർഡ് തന്നെ ഉണ്ട് അതിന് ആൻസർ, ഫ്രാഗ്മെന്റേഷൻ. ഇവിടെ എന്താ മനസ്സിലാക്കാം, ഇൻ ഫ്രാഗ്മെന്റേഷൻ പാരന്റ് പ്ലാന്റ് ബോഡി is divided into more than 2 fragments or numerous fragments, and each fragment directly develop into a new organism or new thallus. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, താലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ, ഒരു പ്ലാന്റിന്റെ ബോഡിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഫോർ എക്സാമ്പിൾ ഹയർ പ്ലാന്റ് ഒക്കെ എടുത്തിട്ട് അതിന്റെ ബോഡിക്ക് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എങ്ങനെ, അതിന് റൂട്ട് ഉണ്ട്, അതിന് സ്റ്റെം ഉണ്ട്, അതിന് ലീഫ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എന്നാൽ ലോവർ പ്ലാന്റ് ആയ ആൽഗയും ബ്രയോഫൈറ്റ് ഒക്കെ എടുത്തിട്ട് അതിന്റെ പ്ലാന്റ് ബോഡി നോക്കിയാണ് അതിന് റൂട്ട് ഉണ്ട്, സ്റ്റെം ഉണ്ട്, ലീഫ് ഉണ്ട്, നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റൂല.
അപ്പൊ അൺഡിഫറൻഷിയേറ്റഡ് പ്ലാന്റ് ബോഡിക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? താലസ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഒന്നാമത്തെ ഒരു സ്പൈറോഗൈറ എന്ന് പറഞ്ഞ ആൽഗയാണ്, മൈക്രോസ്കോപ്പിക് ആൽഗയാണ് അല്ലെ. അതിന്റെ പ്ലാന്റ് ബോഡി നമുക്ക് റൂട്ട്, സ്റ്റെം, ലീഫ് ഒന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അതിന്റെ പ്ലാന്റ് ബോഡിക്ക് എന്താ പറയാ? താലസ്. ഈ രണ്ടാമത്തെ ഡയഗ്രാം കൊടുത്താണ്ടോ, അത് ബ്രയോഫൈറ്റ് ആയ റിക്സിയാണ്, അത് അതിന്റെ പ്ലാന്റ് ബോഡിയാണ്. അതിനെ റൂട്ട്, സ്റ്റെം, ലീഫ് ഒന്നും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ പ്ലാന്റ് ബോഡിക്ക് നമ്മൾ എന്താ വിളിക്കുക? താലസ്. അപ്പൊ അങ്ങനത്തെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആയ ഫ്രാഗ്മെന്റേഷനിൽ ഇങ്ങനത്തെ പ്ലാന്റ് ബോഡി അഥവാ ലോവർ പ്ലാന്റ്സിന്റെ പ്ലാന്റ് ബോഡി ആയ താലസ് ഡിവൈഡ് ചെയ്തിട്ട് ഒന്നിലധികം കഷ്ണങ്ങളോ ഫ്രാഗ്മെന്റ് ആയി മാറും. അങ്ങനെ ഫ്രാഗ്മെന്റ് ആയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഓരോരോ ഫ്രാഗ്മെന്റും പിന്നെ റീജനറേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ട് പുതിയ പ്ലാന്റ് ബോഡി അഥവാ പുതിയ താലസ് ആയി മാറും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്രാഗ്മെന്റേഷൻ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ആൽഗയിലുണ്ട്, ബ്രയോഫൈറ്റിലെല്ലാം ഉണ്ട്. അതാണ് എക്സാമ്പിൾ അല്ലെ. സോ മനസ്സിലാക്കാം, ഇൻ ഫ്രാഗ്മെന്റേഷൻ the parent thallus or parent plant body is divided into several fragments and each fragments directly develop into a new plant body or a new thallus. So that is called fragmentation, which is considered as the first type of vegetative reproduction in plants. Okay. ഇനി നമുക്ക് സെക്കൻഡ് കാറ്റഗറി, സെക്കൻഡ് ടൈപ്പ്. സെക്കൻഡ് ടൈപ്പ് ആണ് adventitious bud by forming adventitious bud. So we know that നമുക്കറിയാം, in case of bryophyte, especially in case of bryophyte like mosses, suppose when we take the case of funaria, നമുക്ക് funaria എന്ന് പറഞ്ഞ പ്ലാന്റ് ഉണ്ട്, മോസ് ആണ് അല്ലെ, അത് ബ്രയോഫൈറ്റ് ആണ്. അതിനൊക്കെ രണ്ട് സ്റ്റേജ് ഉണ്ട് അല്ലെ. പ്രോട്ടോണിമ സ്റ്റേജ് എന്ന് പറയുന്ന ഫിലമെന്റസ് ആയ നിലത്ത് കൂടെ ക്രീപ്പ് ചെയ്യുന്ന ബ്രാഞ്ചഡ് ഫിലമെന്റസ് സ്റ്റേജ് ഉണ്ട്. ചെറിയ ക്ലാസ്സിൽ നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രോട്ടോണിമ സ്റ്റേജ് എന്ന് പറയുന്ന അതിന്റെ ബ്രയോഫൈറ്റിന്റെ ഗാമീറ്റോഫൈറ്റിക് സ്റ്റേജിൽ പ്രോട്ടോണിമ എന്ന് പറയുന്ന ഗ്രീൻ ഫിലമെന്റസ് ഹൊറിസോണ്ടലി ഗ്രോയിങ് ക്രീപ്പിംഗ് സ്റ്റേജ് ഉണ്ട്, മതിലിന്റെ മേലേക്ക് കാണുന്ന സ്റ്റേജ് ഉണ്ട് അല്ലെ. അങ്ങനെയുള്ള സ്റ്റേജുള്ള മോസസ് എടുത്താൽ ആ മോസസിന്റെ ആ പ്രോട്ടോണിമന്റെ മേലെന്ന് കുറെ ബഡ്ഡുകൾ അല്ലെ, ബഡ്ഡുകൾ ഒറിജിനേറ്റ് ചെയ്യും. ആ ബഡ് ഡെവലപ്പ് ചെയ്തിട്ട് എന്തായി മാറും? പുതിയ പ്ലാന്റ് ബോഡി ആയി മാറും, പുതിയ പ്ലാന്റ് ആയി മാറും. ഫ്യൂണേറിയന്റെ കേസിലൊക്കെ അതിനാണ് നമ്മൾ അഡ്വന്റീഷ്യസ് ബഡ് എന്ന് പറയുന്നത്. കണ്ടോ, ഈ ഡയഗ്രാം നോക്കിയാൽ കാണാം. ഓക്കെ, അതാണ് അഡ്വന്റീഷ്യസ്, ബൈ ഫോമിങ് അഡ്വന്റീഷ്യസ് ബഡ്. ഓക്കെ, അതാണ് സെക്കൻഡ് ടൈപ്പ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. ഇതൊക്കെ ലോവർ പ്ലാന്റ്സിൽ കാണുന്നതാണ്, ഫ്രാഗ്മെന്റേഷനും അഡ്വന്റീഷ്യസ് ബഡും ഒക്കെ ലോവർ പ്ലാന്റ്സിൽ കാണുന്ന വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ്. സോ നമ്മൾ ഇനി ഹയർ പ്ലാന്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ, ഹയർ പ്ലാന്റ്സ് എടുത്താൽ അതിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എടുത്താൽ ആ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനിൽ ഹെൽപ്പ് ചെയ്യുന്ന പ്ലാന്റിന്റെ ബോഡിക്കാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് പറയാം. ദ പാർട്ട് ഓഫ് പ്ലാന്റ് which are directly involved in vegetative reproduction or vegetative propagation is called vegetative propagule എന്ന് പറയാം അല്ലെ. അതിൽ ഒരു വെജിറ്റേറ്റീവ് പ്രോപ്പഗ്യൂളിന്റെ പേര് റണ്ണർ അല്ലെ. ഗ്രാസസിന്റെ കേസിൽ, അതുപോലെ സ്ട്രോബെറി ഡയഗ്രത്ത് കാണാം, സ്ട്രോബെറിന്റെ കേസിലൊക്കെ എടുത്താല് മെയിൻ പ്ലാന്റ് ബോഡിന്റെ ബേസിൽ നിന്ന് ഹൊറിസോണ്ടലി ഗ്രോയിങ് ക്രീപ്പിംഗ് സ്റ്റെമ്മുകൾ ഉണ്ടാവും. ആ സ്റ്റെം എങ്ങനെ ഉണ്ടാവും? മണ്ണിന്റെ മേലെ കൂടെ അതിന് ആ സ്റ്റെമ്മിനെ വിളിക്കുക സബ് ഏരിയൽ സ്റ്റെം എന്ന്. മണ്ണിൽ ഇങ്ങനെ പതിഞ്ഞു നിൽക്കുക ചെയ്യാം. മണ്ണിൽ ഇത് ഫോർ എക്സാമ്പിൾ ഇത് എന്റെ കൈ ഇങ്ങനെ സോയിലാണെങ്കിൽ അതിങ്ങനെ പതിഞ്ഞു നിൽക്കും, ഇങ്ങനെ കണ്ടോ, അങ്ങനെ സോയിലിന്റെ മേലെ ഇങ്ങനെ പതിഞ്ഞിട്ട് നിൽക്കും എന്ത്? ഈ സ്റ്റെം. അപ്പം റണ്ണർ എന്താ വെച്ചാൽ മനസ്സിലാക്കാം, ഇറ്റ് ഈസ് എൻ ഹൊറിസോണ്ടലി ഗ്രോയിങ് സബ് ഏരിയൽ സ്റ്റെം ദാറ്റ് എമർജസ് ഫ്രം ദ ബേസ് ഓഫ് പ്ലാന്റിന്റെ ബേസ് എന്ന് വരും. കണ്ടോ, ഇതിലൊക്കെ കാണാം പച്ച കളറിൽ ഇങ്ങനെ പോണ റണ്ണർ, കണ്ടോ, അതാണ്. ആ റണ്ണറായ സ്റ്റെമ്മിന് നോഡുകൾ ഉണ്ടാവും, ഇന്റർനോഡ് ഉണ്ടാവും. ആ നോഡിൽ നിന്ന് താഴോട്ട് റൂട്ടുകളും വരും, മേലോട്ട് പുതിയ പ്ലാന്റ്സും വരും. അതാണ് ഈ ഡയഗ്രത്തിലൊക്കെ കാണുന്നത്. അതിനാണ് നമ്മൾ റണ്ണർ എന്ന് പറയാം. ഓക്കെ, അതാണ് ഹയർ പ്ലാന്റ്സിൽ കാണുന്ന ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് ഹെൽപ്പ് ചെയ്യുന്ന പ്ലാന്റ് പാർട്ട്. അതുകൊണ്ട് നമുക്ക് ആ റണ്ണർ എന്ന് പറയുന്ന ഹൊറിസോണ്ടലി ഗ്രോയിങ് സബ് ഏരിയൽ സ്റ്റെം എന്ന് പറയുന്നത്, ഏരിയൽ സ്റ്റെം എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ മേലേക്ക് പൊങ്ങി നിൽക്കുന്നതാ, അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ താഴേക്ക് നിൽക്കുന്നത്. അപ്പൊ സബ് ഏരിയൽ സ്റ്റെം എന്ന് പറഞ്ഞാൽ എന്താ, ചില സ്റ്റെം ഇങ്ങനെ മണ്ണിന്റെ സർഫസിൽ ഇങ്ങനെ പ്രസ്സായി പതിഞ്ഞു കിടക്കും. അപ്പൊ അതിന്റെ കുറച്ച് ഭാഗം മണ്ണിന്റെ അടിയിലുമാണ്, കുറച്ച് ഭാഗം മണ്ണിന്റെ മേലെയുമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സബ് ഏരിയൽ സ്റ്റെം എന്ന് പേര് വിളിക്കുന്നത്. അങ്ങനത്തെ സബ് ഏരിയൽ സ്റ്റെം ആണ് റണ്ണർ. അത് ഹൊറിസോണ്ടലി ഗ്രോയിങ് സ്റ്റെം ആണ്, സോയിലിന്റെ സർഫസിലൂടെ അങ്ങനെ മൂവ് ചെയ്യും. അതുപോലെ തന്നെ
അതിന് എന്ത് കപ്പാസിറ്റി ഉണ്ട്, അത് പിന്നെ പ്ലാന്റിന്റെ ബേസിൽ നിന്ന് വരുന്നതാണ്. അതിന് നോഡുകളുണ്ട്, ഇന്റർനോഡ് ഉണ്ട്. ആ നോഡിൽ നിന്നാണ് പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നത്. ഓക്കെ,